നമ്മളോട് ലിൻഡോ ഒക്കെ പറഞ്ഞതുപോലെ വയനാട്ടിലും നിരവധി ആളുകൾക്ക് ഈ തരത്തിൽ രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആൾക്കൂട്ട നിയന്ത്രണം അടക്കം പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഇത്തരത്തിൽ അവധി അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പനി, ഷിഗല്ല, നിപ്പ ഇതെല്ലാം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധം കാര്യക്ഷമമോ എന്നുള്ളതാണ് നമുക്ക് ജനങ്ങളോട് ചോദിക്കാനുള്ളത്. എന്താണ് കൊച്ചിയിലുള്ള ആളുകൾക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. ഇസത്ത് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, അതിലേക്ക്. മഴക്കാലമായതോടുകൂടി പകർച്ചവ്യാധികളും അതുപോലെ തന്നെ നിപ്പ പോലെയുള്ള രോഗങ്ങളെല്ലാം കൂടി വരികയാണ്. ഇത് പ്രതിരോധിക്കാൻ സർക്കാർ ശരിയായ നിലപാടാണോ സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. മഴക്കാലമാണ്, പനി ഉണ്ടാവും, കൊതുകുകൾ പെരുകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നിലവിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലാണെങ്കിൽ ഇപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നടപടികളും കാര്യങ്ങളും കെ മുരളീധരൻ സാറ് നല്ല രീതിക്ക് തന്നെ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ടൈം ടു ടൈം മറുപടികൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്ഡേഷനുകൾ കാര്യങ്ങളൊക്കെ നൽകി വരുന്നുണ്ട് പക്ക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കാലാവസ്ഥക്കനുസരിച്ചുള്ള മാറ്റങ്ങളായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പ്രതിരോധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കറിയാം ഇപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് പല പനികളുടെ പല രീതിയിലുള്ള നിപ്പ, അതുപോലെ തന്നെ ഷിഗല്ല, ഒരുപാട് രോഗങ്ങളിപ്പോൾ പടർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പ് നമുക്ക് തന്നെ മുന്നറിയിപ്പുകൾ നമ്മൾ അതേപടി അനുസരിക്കുക. പിന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പരിസരങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കുക, ക്യാമ്പസുകളാണെങ്കിലും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ അസുഖങ്ങൾ കൂടുതലും കാലാവസ്ഥ സംബന്ധമായിട്ടുള്ളതല്ലേ. പനി, അതുപോലെ തന്നെ ഇപ്പോൾ ഡെങ്കിയൊക്കെ ഒക്കെ ഒരുപാട് പടരുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വെള്ളം കെട്ടി കിടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോർപ്പറേഷൻ്റെ തോടുകളും കാനകളും ക്ലീൻ ചെയ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒഴിവാക്കാവുന്നതാണ് കുറേയൊക്കെ. പിന്നെ ആൾക്കാരും കുറച്ച് ശ്രദ്ധ എടുക്കണം. കോർപ്പറേഷൻ്റെ ഏരിയയിൽ റോഡെല്ലാം വളരെ ക്ലിയറാണ്. ഇന്ന് തന്നെ വന്നിട്ട് അടിച്ച് റെഡിയാക്കിയൊക്കെ ഇട്ടിട്ട് പോയതാണ്. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലിയറാണ് ഇവിടെ. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഭിജിത്തിനോടൊപ്പം ഇസത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.